എന്റെ പൊന്നമ്മ ഇങ്ങനെ വിളിക്കല്ലേ, ഒത്തിരി വർക്കുണ്ട് എനിക്ക്. ഓണല്ലേ, പിന്നെ എപ്പോഴെങ്കിലും വരാം. വെക്കി, ഞാൻ വിളിക്കാം. ഡാ മെല്ലെ സംസാരിക്കടാ. പിന്നെ നിനക്ക് അറിയാൻട്ടാ, ഓണത്തിന്റെ പേരും പറഞ്ഞ അമ്മ വിളിയാ. ഓണത്തിനല്ലേടാ അവര് നിന്നെ വിളിക്കണത്. ഓ, എനിക്കൊന്നും പോവാൻ വയ്യ, നീ പോവണ്ട, അവിടെ ഇരുന്നോ. എന്താ ഇവിടെ? നീ വന്നോ? മീറ്റിംഗ് എങ്ങനെയുണ്ടടാ? ഗുഡ്. ഇവിടെ എന്താ പ്രശ്നം? മനുഷ്യൻ എങ്ങനെങ്കിലും കൈയും കാലും പിടിച്ച് നാട്ടിലെത്താൻ നിൽക്കുമ്പോ ഈ തെണ്ടി വിളിച്ച് പറയാ ഞാൻ ഓണത്തിന് വരില്ലാന്ന്. ഇനി എന്നാ വേണ്ടത്? ഞാനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാ മതിയായിരുന്നു. ഓ, അവിടെ പോയിട്ട് ഇപ്പൊ എന്തുണ്ടാക്കാനാ? എല്ലാവർക്കും കോടി എടുത്തു കൊടുത്ത് പൈസ പൊട്ടുന്നല്ലാണ്ട് വേറൊരു ഗുണവും ഇല്ല അവിടെ പോയിട്ട്. എന്നാലേ നിനക്ക് ഓണം എന്താന്ന് അറിയില്ലെങ്കിലേ അങ്ങ് നെല്ലിയാർ മനയിലേക്ക് പോര്, ഞാൻ കാണിച്ചു തരാം എന്താ ഓണെന്ന്. മതി തല്ലുണ്ടാക്കിയത്. ഇപ്പൊ പുള്ളി ഫ്രീ ആണ്, ചെന്ന് ചോദിക്ക് ലീവ്. ഞാൻ ആപ്ലിക്കേഷൻ ഫോം അയച്ചിട്ടുണ്ട്. ബട്ട് നിന്റെ പേരും ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, നിനക്ക് എന്താ നാട്ടിൽ വന്നാ? എനിക്ക് ആഘോഷിക്കാൻ അവിടെ ആരാ ഉള്ളേ? അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ഇത്രയും നാള് നീ പറഞ്ഞല്ലോ ആരുമില്ല എന്ന്. ഏതിനും നിന്റെ നിഴലായി നടക്കുന്ന എന്നെ നീ കാണുന്നില്ലേ? എടാ ഒന്നും പറയണ്ട, നീ ഇപ്രാവശ്യം വന്നിരിക്കും എന്റെ പരം. എടാ പൊട്ടാ, മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോളണം, അല്ലെ നിന്നെ അറുത്ത് കളയും ഞാൻ. എടാ കിച്ചു, നീ എന്നെ പാക്കേജിങ് കഴിഞ്ഞില്ലേടാ? നാളെ രാവിലെ ആളത്തേണ്ടി ഫ്ലൈറ്റ്. ചെയ്യാം. നിന്റെ മൈൻഡിൽ എന്താ ഓടണേന്ന് എനിക്ക് പറയാം. ഒരു എക്സ്ക്യൂസും പറയാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് എന്റെ പേരം വാ. നിനക്ക് ഇഷ്ടാവൂടാ ഞങ്ങളെ വീട്ടിൽ ഓണം? പറയത്തക്ക വലിയ ആൾക്കാരൊന്നുമില്ല. 2 ഏട്ടന്മാരും ഒരു അനിയത്തിയും, 2 ഏട്ടന്മാരും 2 ഏട്ടത്തിമാരും അടങ്ങുന്നൊരു കുടുംബം. ബട്ട് അത് സ്വർഗാണ്, സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിന്നെ ഞാൻ വിളിക്കണേ, വാ. ഏട്ടാ, വിച്ചൂട്ടാ, എത്രയാടെ കണ്ടിട്ട്? ഇത് കൈലാസ്. എനിക്കറിയാം, കിച്ചു അല്ലേ? വാ, ഏട്ടത്തെ ഇവിടെ കാത്തിരിക്കണ്ട് രണ്ടിനെയും. ഓക്കെ, വാടാ. എന്താ ഏട്ടത്തി, നീ ഇന്ന് പൂവിട്ടില്ലേ? അയ്യോ, എന്ന് വിടാറുള്ള വ്യക്തി അമ്പലം വരെ ഒന്ന് പോയി, ഞാൻ അത് മറന്നുപോയി. ഇപ്പടാ. ഇന്നലെ മൂലം, ഇന്ന് പൂരാടം. ഇന്ന് പൂരാടായില്ലേ? ഇനി ഉത്രാടം, മറ്റന്നാള് തിരുവോണം. അതെ. ഏട്ടത്തി, ഞാൻ ഇട്ടോളാം, നിക്ക്. വന്നല്ലോ. സമയം 7 കഴിഞ്ഞിട്ടും കാണാത്തപ്പോ കരുതി അമ്പലത്തിലുണ്ടാവുന്ന്. നല്ല തിരക്കായിരുന്നു എന്നും പറഞ്ഞ് എനിക്ക് പോരണ്ടേ. ഇട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനേ അമ്പലം വരെ പോയിട്ട് വരാം. നീ അല്ലേ അമ്പലത്തിൽ നിന്ന് വന്നേ? കഴിഞ്ഞില്ല, പൂവിടാൻ വേണ്ടി ഓടി വന്നതാ. ഏട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ വരാവേ, നോക്കി പോവന്നെ. ഹായ് ഏട്ടത്തിമാരെ. വന്നോ? അയ്യേ, ഇതെന്താണ് നിന്റെ കോലം? വേണ്ട, എല്ലാരും പറയണ കാര്യം പശു നക്കിയമാരുണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ. ഇത് കൈലാസ്. കിച്ചു അല്ലേ? കിച്ചുവിനെ ആർക്കും അറിയാത്തെ? വാ. നിങ്ങൾ എത്തിയോ? ഞാൻ സാധനം വാങ്ങാൻ കടവരെ പോയതാ. ഏട്ടാ കിച്ചു, ഇതെന്റെ 2ാമത്തെ ഏട്ടൻ അരുൺ. കിച്ചു അല്ലേ? അറിയാം, എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാലോടാ. നൻപൻ. അല്ല ഏട്ടത്തി, എവിടെയാ മറ്റേ സാധനം?
ആര്? ഞങ്ങളെ പൊന്നാരനിയത്തി. അമ്പലം വരെ പോയതാ. വരട്ടെ. ഹലോ കിരൺ, ഞാൻ അകത്തായിരുന്നു. അകത്ത് റേഞ്ച് ഇല്ല. ഞാനിപ്പോ പുറത്തെത്തി. പറയടോ. ആഹാ, അവരെത്തിന്ന് തോന്നണു. ഏട്ടാ. ഉം. ആരാ? ഞാൻ വൈഷ്ണവിന്റെ ഫ്രണ്ടാ. ആ, അയ്യോ, ഈ പൂവൊക്കെ പാറിപ്പോയല്ലോ ഈ കാറ്റിനെ കൊണ്ട്. ശോ. അല്ല, ഇപ്പം നിന്നെ പൂവണേ? വിച്ചു പറഞ്ഞല്ലോ മറ്റന്നാൾ ഓണെന്ന്. ഹാ, ബെസ്റ്റ്. അത്തമ്പത്ത് തിരുവോണമെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹാ, അത്തം തുടങ്ങി പിന്നീടുള്ള 10 നാൾ വരെ പൂവ് വേണം. അത്തച്ചമയം. ആ 10 ദിവസം വരെ മഹാബലിയെ വരവേൽക്കാനാണ് വീടുകൾ പൂവിടുന്നത്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. ഓണം വെറൊരു ദിവസമല്ല, മറിച്ച് 10 ദിവസത്തെ ഉത്സവകാലാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. മതിയടി ക്ലാസ് എടുത്തത്. അവൻ ഇനി കേട്ടാ ഉള്ളതും കൂടി മറന്നുപോകും. മതിയെങ്ക് മതി. എനിക്കിവളെ മനസ്സിലായിടാ. ആരാ? ഇതിനെ അറിയില്ല. ഞാൻ പറയാറുള്ള ആരോഹി. ഓ, ഐ എം കൈലാസ്. കൈലാസ് വെറൈറ്റി ആണല്ലോ. ശരി. പൂപ്പൊലി പൊലി പൂവേ നല്ലോരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു. വില്ലു പൊട്ടിട്ടും പൂവെ വിളിച്ചിട്ടും ബാലന്മാരുടെ കോലാഹലം, തെയ്തൈ ബാലന്മാരുടെ കോലാഹലം. പന്തടിച്ചിട്ടും ചിന്തുകൾ പാടിയിട്ടും മംഗമാരുടെ കോലാഹലം. ആഹാ, എഴുന്നേറ്റോ? വാ, പൂവിടാം. ആരു ഇച്ചിരി പൂ കൊടുത്തേ. എന്നാ താനാണോ പാടിയേ? എന്തേ? അല്ല, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നാ മതി, കേൾക്കാം. ഇന്ന് ഉത്രാടം, പൂക്കളത്തിൻ്റെ ഏറ്റവും വലിയ രൂപം. ഐക്യത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമിക്കാനുള്ള നാളത്തേക്കുള്ള വരവേൽപ്പ്. മഹാബലി കാത്തിരിക്കുന്ന ദിവസങ്ങളിലേക്കുള്ള വരവേൽപ്പ്. അമ്മേ, എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. നീ ഏതാടി? ആയി ചോദിക്കാ, താനാരോടോ? ആഹാ, എന്റെ വീട്ടിൽ കയറി ഒന്ന് എന്നോട് ചിലക്കുന്നോ? നിന്റെ വീടോ? ഇതെന്റെ ആരുവിന്റെ വീടാ. ആരുവിന്റെ വീടാ? അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? എന്താ, തനിക്ക് എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? ശരിയാണല്ലോ. ആ, ഇതാരും നിലമോളോ? വാ, അങ്ങോട്ട് മാറിക്കടോ. പൊടിപരന്മാരെ നിന്നോളൂ. എടി, ആരേട്ടത്തെ ആ കുട്ടി തേവങ്ക്? വൈകാതെ അറിഞ്ഞോളൂ ആരാന്ന്. അതിലൊരു കുത്തലില്ലേ? ഇഷ്ടിക തലയിൽ ഞാനാരാണെന്ന് അറിയില്ല. ഇങ്ങോട്ട് പാടോ. നീല, നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നുള്ളൂ. എന്താണ് മോന്തക്കൊരു വാട്ടം? നിന്റെ ആങ്ങളേന്റെ ജാട കണ്ട് നോക്കിയതാ. ജാടയോ? എൻ്റെ ഏട്ടനോ? എൻ്റെ ഏട്ടന് ജാട ഉണ്ടായിക്കൂടെ? ഇല്ല. എന്നെ അറിയില്ല പോലും അങ്ങേർക്ക്. ഇത് പൊട്ടി. നിന്നെ അങ്ങേർക്ക് കല്യാണം ആലോചിച്ച പോലും അയാൾക്ക് അറിയില്ല. ഓ, ഐ സി. ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചു പോയി. ആ, വല്ലാണ്ട് പ്രതികരണം കൂടുന്നുണ്ട്. അല്ല, ഇതാരാ? ഏട്ടൻ്റെ ഫ്രണ്ടാ? സദ്യക്കുള്ള പച്ചക്കറികളും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ ഞാനും പാറും ഏട്ടന്മാരും മുക്കോളാം. പിന്നെ പൂവാണ്, അതിന് നിങ്ങൾ പോവാ. ആ ഏട്ടത്തി, ഞാനും കിറ്റും പോയിട്ട് വരാം. അതെന്തിനാ? ഞങ്ങളുണ്ടല്ലോ ഇവിടെ. എന്നാ പോരി. അപ്പം എല്ലാവരും ഇറങ്ങല്ലേ? ഇപ്പം ഇറങ്ങിയാലേ രാത്രി ആകുമ്പോഴത്തേക്കും കയറാൻ കഴിയൂ. ഓക്കെ. എന്താ ഇങ്ങനെ നോക്കണേ?
എത്രയാ പൂക്കളില്ലേ, ഞാനിതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഓണത്തിന് ഇതൊക്കെ ഇവിടെ പതിവാ. വാ നമുക്ക് വാങ്ങിക്കാം. ചേച്ചി മുല്ലപ്പൂന് എത്രയാ? എടി നിനക്ക് മുല്ലപ്പൂവിന്റെ ആവശ്യമൊന്നുമില്ല, പറമ്പത്ത് ചെമ്പരത്തി ഉണ്ട്, പറിച്ചു തരാ. അതന്നെ മറ്റവൾക്ക് കൊണ്ട് കൊടുക്കണോ? ആരവി? താങ്ക് യു. അയ്യോ, ഇത്രയും പൂ ഞാൻ എങ്ങനെ മുറിച്ചിടും? ഏയ് പെട്ടെന്ന് മുറിച്ചാ പെട്ടെന്ന് ഉറങ്ങാം. പൊടി. താഴെ എല്ലാരും തിരക്കിട്ട് ജോലി ചെയ്യുമ്പോ താൻ മാത്രം എന്താ ഇവിടെ നിക്കണേ? ഒന്നുമില്ല, ചുമ്മാ ഓരോന്ന് ആലോചിച്ച്. എന്താ ഇതിനും മാത്രം ആലോചിക്കണേ? ഓണത്തെക്കുറിച്ച്. ഓണത്തെക്കുറിച്ചോ? ഓണം എന്നെ സംബന്ധിച്ച് വെറും ഒരു ദിവസമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു ഉത്സവമാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് അങ്ങനെ ആഘോഷിക്കാൻ ആരുമില്ല. ആഘോഷങ്ങളൊന്നും ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് നിർത്തരുത്. തനിച്ചാണെങ്കിലും അതിൽ സന്തോഷം കാണാൻ ശ്രമിക്കണം. പിന്നെ എൻ്റെ ഏട്ടൻ ലീവിന് വരുമ്പം പറയും ഞാൻ പെട്ടെന്ന് പോവും, അവിടെ എൻ്റെ കിച്ചൻ ഒറ്റയ്ക്കാ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം തനിക്ക് ആരെ ഇല്ലാത്ത? ഏട്ടനുണ്ട്, ഏട്ടത്തിമാരുണ്ട്, ഏട്ടന്മാരുണ്ട്. നീയോ? വാ താഴോട്ട് പോവാ. അമ്മേ, എൻ്റെ നടു. നാളെ ആകുമ്പോഴത്തേക്ക് ഞാൻ കടുപ്പിലാവും. എടാ നിന്ന് ചിലുങ്ങാതെ പണിയിടടാ. ഓഹോ, അവിടെ ചെന്ന് ഇരിക്കാൻ നല്ല സുഖല്ലേ? ഇങ്ങോട്ട് വാ, പണിയെടുക്ക്. എന്നാ നീ വന്ന് പച്ചക്കറി അരി. വേണ്ട, എനിക്ക് ഈ പണി മതി. ശരിയാ, ഭയങ്കര കഴുത്ത് വേദന എടുക്കുന്നു. ഇത്രയും പൂ വാങ്ങണ്ടായിരുന്നു. അത് അതിനോട് പറ, അതിനോട് ഞാൻ പറഞ്ഞതാ. എന്തിനാ കുറക്കണേ? നാളെ തിരുവോണം, പൂക്കളത്തിന്റെ കലാശം തന്നെയാണ്. മഹാബലി വരുന്ന ദിനം, സ്നേഹവും ഐക്യവും ഒത്തുചേരുന്ന ദിനം. അത്തം 1 തുടങ്ങി 10 തിരുവോണം എത്തുന്നവരെ പൂക്കളാണ് എല്ലായിടത്തും ഒത്തുചേരലും സന്തോഷവും ഐക്യവും നിർണയിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് സദ്യയും. ഐക്യവും പങ്കുവയ്പും ചേർന്നൊരു സദ്യ. ഇതെന്ത് പറ്റി? എല്ലാ ഓണത്തിനും നീ ഇങ്ങനെ പറയാറില്ലല്ലോ. അതോ, ഇത്തവണത്തെ ഓണം എനിക്കിച്ചിരി സ്പെഷ്യലാ. ശരിയാ, ഇച്ചിരി സ്പെഷ്യലാ. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. അതെ. അപ്പം ഓണായിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ച് എന്ത് പരിപാടി? എന്നാ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? ഇപ്പോഴോ? രാവിലെ ആയതല്ലുള്ളൂ. രാവിലെ പോകേണ്ട സ്ഥലമാണെങ്കിലോ? എന്നവാ പോവാം. പോയാലോ? ഇത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ഇവിടം വരെ വന്നിട്ട് മുത്തപ്പനെ കാണാതെ പോയാ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഇത്. യെസ്, യു ആർ റൈറ്റ്. താങ്ക് യു സോ മച്ച്. എന്റെ നെഞ്ചു പൊട്ടി പാടണ തോറ്റം പാട്ട്
നിന്റെയുള്ള മരിയണയതു കേട്ട് കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും നീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. ഇനി കൂട്ടിനാരുമില്ല, ഒറ്റയ്ക്കാ തോന്നുമ്പം മുത്തപ്പ എന്ന് വിളിച്ചാൽ മതി. ആരുമില്ലെങ്കിലും മുത്തപ്പൻ ഉണ്ടാവും. ഐ ക്യാൻ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓണായിട്ട് കരയാ ചേ? സന്തോഷം കൊണ്ടാ. എന്നാ പോയാലോ? അവിടെ സദ്യ, 4 കൂട്ടം പായസം. ഓക്കെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കും മുട്ടില്ല താനും. ഷെടാ, ഇതെന്താ എല്ലാരും എന്തോ പോയ പോലെ ഇരിക്കണേ? കിടക്കണ്ണ, നാളെ പോണോടതെനിക്ക്. ഇതപ്പോ നന്നായേ. അവിടെ നാളെ ഇറക്കണോ കൂട്ടിക്കൊണ്ടുവരെ? പോടാ, എനിക്കൊക്കെ തമാശയാ. ഇനി എപ്പോഴും ഒന്ന് കാണുക. നിങ്ങൾ വിളിക്ക്, ഞാൻ വരും. കിച്ചു, ഞാനും വരും. എനിക്കിപ്പോൾ ഇവിടെ ഒരു കുടുംബമുണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല. കണ്ട എൻ്റെ ചെക്കൻ്റെ മാറ്റം കണ്ട? മാറ്റം ഉണ്ടാവും. മാറ്റിയെടുക്കാൻ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് പോണ്ടായിരുന്നു. എനിക്കെന്തേ പറ്റണേ? അയാൾ വന്നു, അതുപോലെ തന്നെ പോണം. പോട്ടെ. എന്നാലും അതെ, ഇതാര്? ഇയാള് പോവുക? നാളെ പോവും. എന്തേ? ഒന്നുമില്ല, ഞാൻ എന്നാ പോട്ടെ. നിക്ക്, അടുത്ത വരവിന് വരുമ്പം വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തിന്? ഒന്ന് ചെറുതായിട്ട് കെട്ടിക്കോട്ടെ ചോദിക്കാൻ. ചെല്ലി ചെല്ലി. എല്ലാം എടുത്തിട്ടില്ലേ പിള്ളേരെ? അവിടെ എത്തിയിട്ട് അത് മറന്നു ഇത് മറന്നു എന്ന് പറയരുത്. പിന്നെ ശ്രദ്ധിക്കണം, അവിടെ എത്തിയ ഉടനെ വിളിക്കണം. ഓ, എന്നാ ശരി, ഇറങ്ങുക. പോട്ടെ. കിച്ചേട്ടാ, ഞാനും വന്നോട്ടെ? വേണ്ട, ഞാൻ ലണ്ടനിൽ പോയിട്ട് ജോലി രാജിച്ചിട്ട് ഇപ്പ വരാം. യാ, ദേ മാവേലി പിന്നെയും